السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും സമയം അത് വിനിയോഗിക്കാൻ ഏറ്റവും നല്ല വിഷയം ഏതാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അത് ഇൽമിന് വേണ്ടി നീക്കിവെക്കുക എന്നുള്ളതാണ്. وقال رسول الله صلى الله عليه وسلم العلم حياة الإسلام. ഇസ്ലാമിന്റെ ജീവനാണ് അറിവ്, വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഭാരിച്ചതായ ഒരു ഉത്തരവാദിത്തമാണ് ഈ മഹത്തായ സ്ഥാപനം വഴി ഇവിടെ ഏറ്റെടുത്ത് നടത്തുന്നത്. ബഹുമാനമുള്ളവരെ, മുസ്ലിങ്ങളായ വിശ്വാസികളായ സത്യവിശ്വാസികളായ നാം ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സാധാരണഗതിയിൽ നാം നമ്മുടെ പ്രസംഗത്തിലും പ്രഭാഷണത്തിലും ഒക്കെ സ്ഥിരമായി മുഴങ്ങിക്കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്. നാം ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന വാചകം. പക്ഷേ സാധാരണക്ക് വിരുദ്ധമായി, വിപരീതമായി, വ്യത്യസ്തമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെയാണ് നാം എത്തപ്പെട്ട് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രവും പരിശുദ്ധവുമായ ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന ഈ സമയം വിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾ വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്, മുന്നിലുണ്ട്. ബഹുമാനമുള്ളവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ച ദീൻ, മതം, അത് നാം സ്വീകരിച്ചിരിക്കുന്ന, വിശ്വസിച്ചിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാം മതം ആണ്. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ അല്ലാഹുവാണ്. അതിന്റെ പ്രവാചകരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനുഷ്യോൽപത്തി മുതൽ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മുതൽ
നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ 2 ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാരിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ അല്ലാഹു തആല പ്രബോധനം ചെയ്യിപ്പിച്ച മതം ആണ് ദീനുൽ ഇസ്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ പരിശുദ്ധ ദീൻ സമാപനം കുറിക്കപ്പെടുകയാണ് ഉണ്ടായത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ദീനുൽ ഇസ്ലാമിനെ അല്ലാഹു പൊരുത്തപ്പെട്ട മതമായി നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖാന്തരം പടച്ച തമ്പുരാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്ലാം മതത്തെ പരിപൂർണമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരു നബി ഇല്ല, ആവശ്യമില്ല. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതിമുൻ നബിയ്യീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ്, കേവലം പ്രവാചകരല്ല. വഖാതിമുൻ നബിയ്യീൻ, അമ്പിയാക്കളിൽ പരിസമാപ്തി കുറിക്കുന്ന നേതാവാണ്, അന്ത്യപ്രവാചകനാണ്. മുഹമ്മദ് നബിയുടെ ശേഷം ഒരു നബിയില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഖണ്ഡിതമായി പറയുന്നു. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെയാ പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ കാന ബഅദി നബിയ്യുൻ, എന്റെ ശേഷം ഒരു നബി ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമറാണ് നബിയാവുക. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബി ഇല്ലേ ഇല്ല. അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രമാദമായ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം നബിയുടെ ആവശ്യമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മുഹമ്മദ് നബിയുടെ ശേഷം നബിയുടെ ആവശ്യമില്ല. ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനാകുന്ന ആശയമായ ദീനുൽ ഇസ്ലാം അത് പരിപൂർണമായി അല്ലാഹു ഈ ഭൂമി ലോകത്ത് എത്തിച്ചു കഴിഞ്ഞു. ഇനി ദീനുൽ ഇസ്ലാമിൽ ഒരു പരിവർത്തനമോ, ദീനുൽ ഇസ്ലാമിൽ ഒരു പുരോഗതിയോ, ദീനുൽ ഇസ്ലാമിൽ ഒരു കൂട്ടലോ കിഴിക്കലോ, ഒരു നവോത്ഥാനമോ ഇസ്ലാം മതത്തിൽ ആവശ്യമേ ഇല്ല. കാരണം ഈ മതത്തിന്റെ ബ്രൈൻ, ഈ ആശയത്തിന്റെ ഉത്ഭവം അർഹമുർ-റഹീമായ സകല ലോകത്തിന്റെയും സൃഷ്ടിപ്പിന്റെ സൃഷ്ടാവായ അല്ലാഹു തമ്പുരാനായ റബ്ബുൽ ഇസ്സത്താണ്. അല്ലാഹു തമ്പുരാന്റെ ബുദ്ധിയാണ് ഇസ്ലാം ദീൻ. അല്ലാഹു തമ്പുരാന്റെ നിയമമാണ് ഇസ്ലാം ദീൻ. അല്ലാഹു തമ്പുരാന്റെ കൽപ്പനകളാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹു തമ്പുരാന്റെ വിരോധങ്ങളാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹുവിന്റെ ബുദ്ധിയേക്കാൾ, അല്ലാഹുവിന്റെ നിയമത്തിനേക്കാൾ, അല്ലാഹുവിന്റെ കഴിവിനേക്കാൾ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനേക്കാൾ, അല്ലാഹുവിന്റെ കഴിവിനേക്കാൾ വലിയൊരു കഴിവോ ബുദ്ധിയോ ശേഷിയോ ആർക്കാണുള്ളത് സഹോദരന്മാരെ? ഇവിടെ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ നാം വിശ്വസിക്കുന്നു ദീനുൽ ഇസ്ലാം സമാപനം കുറിക്കപ്പെട്ടു. ഇനി നമ്മുടെ കയ്യിലേൽപ്പിച്ച ഈ മഹത്തായ പ്രസ്ഥാനം നേതൃത്വ സ്വാഗത പ്രസംഗികൻ ഉണർത്തിയതുപോലെ അതതിന്റെ തനതായ ശൈലിയിലും രൂപത്തിലും ഭാവത്തിലും ആശയത്തിലും നാം ജീവിതത്തിൽ സ്വയം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകാ യോഗ്യരായി ജീവിച്ച് അനന്തരാവകാശികൾക്ക് കൈമാറുക എന്നുള്ള ഒരു ധാർമ്മികമായ ചുമതല നമ്മളിൽ ഉണ്ട്. ബഹുമാനമുള്ളവരെ, ഞാൻ പറയുന്നത് ഈ റബീഉൽ അവ്വൽ മാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ലോകാലോകങ്ങൾ മുഴുവനും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
ജന്മദിനം ആഘോഷിക്കൽ ശരിയല്ല എന്ന് പ്രസംഗിച്ചവർ പോലും ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഖത്തറിലെ ഏറ്റവും വലിയ മുഫ്തിയും ഇസ്ലാമിക പ്രചാരകരുമായ യൂസുഫ് അൽ ഖർലാവി ഒരു കാലത്ത് നബിദിനം ആഘോഷിക്കുന്നതിനെതിരെ ശക്തമായ പ്രചരണ പ്രവർത്തനം നടത്തിയ യൂസുഫ് അൽ ഖർലാവി അദ്ദേഹം ഇപ്പോൾ പറയുന്നു, മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ 2007 വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം പരമ്പരാഗതമായി മുസ്ലിമീങ്ങൾ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചില രൂപഭാവങ്ങളിലൊക്കെ ചിലപ്പോൾ ചില വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഈ നാട്ടിൽ നബിദിനം ആഘോഷിക്കുന്നത് പോലെ ആവില്ല ചിലപ്പോ എന്റെ നാടായ മുള്ളൂർക്കരയിൽ തൃശ്ശൂരിൽ നബിദിനം ആഘോഷിക്കുന്നത്. കാരണം ഇവിടെ നബിദിനം ആഘോഷിക്കുന്നത് വയലു പറഞ്ഞിട്ടാണ്. ഞങ്ങൾ നബിദിനം ആഘോഷിച്ചത് ഒരു സെമിനാർ നടത്തിയിട്ടാണ്. പേര് വേറെയാണ്, ഒരു ചരിത്ര സെമിനാർ. ഇതര മതവിഭാഗ ആളുകളൊക്കെ ക്ഷണിച്ചു വരുത്തി അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി. അവർ മുഹമ്മദ് നബിയെ പറ്റി മനസ്സിലാക്കിയത് സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞ് എല്ലാ മതങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെമിനാർ നബിദിനത്തിന്റെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ ഇവിടെ ബാജ നടത്തുന്നത് പോലെ ഞങ്ങൾ അവിടെ സെമിനാർ നടത്തുമ്പോൾ, വേറെ സ്ഥലത്ത് സിംബോസിയങ്ങൾ നടത്തുമ്പോൾ, വേറെ സ്ഥലത്ത് മുഖാമുഖങ്ങൾ നടത്തുമ്പോൾ, വേറെ സ്ഥലത്ത് വേറെ രൂപഭാവങ്ങളിൽ നടത്തുന്നത് കൊണ്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ് സഹോദരന്മാരെ എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തില് അവിടുത്തെ സ്വഹാബത്ത് ഒരുപക്ഷെ ഇതുപോലെ മൈക്ക വെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അന്ന് മൈക്കയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഇതുപോലെ ട്യൂബിലേറ്റ് കത്തിച്ച് ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചില്ലെങ്കിൽ ആ കാലഘട്ടത്തിനനുസൃതമായി ചെയ്യാവുന്നതിന്റെ മാക്സിമം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചെയ്യുകയും അവരുടെ പിൻഗാമികൾ ചെയ്യുകയും താബികൾ ചെയ്യുകയും 2007 വരെയുള്ള ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വളരെ സമുചിതമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് മാറ്റിയ മാറ്റം എന്താണ്? ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പരിവർത്തനം എന്താണ്? അതാണല്ലോ ഇന്ന് ലോകം ശ്രദ്ധിക്കപ്പെടുന്നത്. മുഹമ്മദ് നബി വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ്? വന്നില്ലായിരുന്നുവെങ്കിലുള്ള കോട്ടം എന്താണ്? അത് നാം മനസ്സിലാക്കപ്പെടേണ്ടതാണ് സഹോദരന്മാരെ. അപ്പോഴാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിന്റെ അർത്ഥത്തിന്റെ പരിപൂർണതയിലേക്ക് നാം എത്തുകയുള്ളൂ. നബിയെ സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. കേവലം മനുഷ്യരിലേക്ക് മാത്രമല്ല, ജീവജാലങ്ങളിലേക്ക് മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കളിലേക്കും അചേതന സചേതന വസ്തുക്കളിലേക്കും എല്ലാ ഗ്രഹങ്ങളിലേക്കും എല്ലാ ഗാലക്സികൾക്കും എന്തിനധികം മനുഷ്യന് ഉപദ്രവം വരുത്തി വെക്കുന്ന ബാക്ടീരിയകൾ മുതൽ അണുക്കൾ മുതൽ വൈറസ് മുതൽ ഫംഗസ് വരെയുള്ള എല്ലാത്തിനും അനുഗ്രഹമാണ് ആര്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. പക്ഷെ നമുക്ക് ഈ ആയത്തിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട്
പരിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട് എത്ര പ്രസംഗിച്ചാലും അറിയുന്നത് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റൂ. ഈ ആയത്തിനോട് ഉപോത്ബലകമായ ഒരുപാട് കാര്യങ്ങൾ ഖിയാമത്ത് നാൾ വരെ തെളിയാൻ കിടക്കുക. ഈ ആയത്ത് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ 6666 ആയത്തിന്റെ കഥ അങ്ങനെ. ചില ആളുകൾ പറയാറുണ്ട്, നമ്മളിപ്പോ എന്തിനാ വേദനയോണ്, കുറെ കാലമായാലോ മുസ്ലിഹക്കന്മാർ വേദന പറയലോ തുടങ്ങിയിട്ട് നമ്മൾ കുറെ കാലമായി കേൾക്കാനും തുടങ്ങിയിട്ട് എന്ന് പറയുന്ന കുറെ വിവരമില്ലാത്ത ആളുകളെ നമ്മുടെ കൂട്ടത്തിലും കാണാം. സത്യത്തില് ഒരു 10 കൊല്ലം മുമ്പേ ഒരു പണ്ഡിതൻ ഒരു ആയത്തോതി വായു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 കൊല്ലത്തിന്റെ ഇപ്പുറത്ത് അതേ ആയത്ത് തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ പണ്ഡിതൻ ഇപ്പോൾ ഓതുമ്പോൾ 10 കൊല്ലം മുമ്പ് ലോകത്ത് പറഞ്ഞ വായതല്ല ഇപ്പൊ പറയുന്നത്, പറയേണ്ടത് അല്ലെങ്കിൽ പറയാനുള്ളത്. കാരണം ലോകത്തിന് സംഭവിക്കുന്ന മുഴുവൻ മാറ്റങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ ഈ ഒരൊറ്റ ആയത്തിന്റെ അകത്ത് അള്ളാഹുവിന്റെ പരമബുദ്ധി കൊണ്ട് അള്ളാഹു ഒതുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയേ സർവലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ ഞാൻ പറഞ്ഞയച്ചിട്ടേ ഇല്ല. നാം ഈ ആയത്തിന് ചെറുതായ അർത്ഥം വെച്ചുപോയി. നമ്മുടെ അന്നത്തെ കാലത്തെ ബുദ്ധിയുടെ വികാസം അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കാവുന്നതിന്റെ മാക്സിമം നാം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷേ കാലഘട്ടം ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ, ലോകം ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ പൊരുള്, പടച്ചതമ്പുരാന്റെ ഈ ബുദ്ധിയുടെ പ്രയോഗം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി 21ാം നൂറ്റാണ്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു ആയത്തിന്റെ വ്യാപ്തി പറഞ്ഞു തീർക്കാൻ ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മുഴുവൻ മെനക്കെട്ടാലും സാധ്യമല്ല. മുഹമ്മദ് നബി അനുഗ്രഹമാണ്. ആർക്കൊക്കെ, എന്തിനൊക്കെ, ഏതിനൊക്കെ, ഏത് കാര്യങ്ങൾക്കൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതാണത്. മനുഷ്യന് മാത്രമല്ല, ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമല്ല, അല്ലാത്തതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹമാണ്. എല്ലാത്തിനും അനുഗ്രഹമാണ്. അനുഗ്രഹമല്ലാതെ മുഹമ്മദ് നബിയുടെ ഭാഗത്തുനിന്നൊരു സംഭവം ഇല്ല. എവിടെ വേണമെങ്കിൽ പരിശോധിച്ചു നോക്കിയാലും നമുക്കത് കാണാം. ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിമാരായ അനുയായികളാണ് നാം. പ്രിയപ്പെട്ടവരെ, നുബുവത്ത് കിട്ടി 40ാമത്തെ വയസ്സിൽ പ്രവാചകനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ തങ്ങൾ 23 കൊല്ലം പ്രവാചകത്വ പദവിയോടെ ജീവിച്ച് 63ാമത്തെ വയസ്സിൽ തിരോധനം ചെയ്യുമ്പോൾ, വഫാത്താകുമ്പോൾ 23 കൊല്ലക്കാലത്തിന്റെ ഇടയ്ക്ക് അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായ, ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുത്ത പ്രവർത്തനത്തിന്റെ മേഖല എന്തായിരുന്നു? യുദ്ധമായിരുന്നോ? അല്ല. സമരമായിരുന്നു? അല്ല. പിന്നെന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത മേഖല എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിന്റെ മേഖലയായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ മേഖല നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഹിറാ ഗുഹയിൽ വെച്ച് ഇറക്കുന്നത് തന്നെ വായിക്കുക റബ്ബിന്റെ നാമധേയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അറിയാമല്ലോ അത്. അവിടുന്ന് തുടങ്ങി വെച്ച വിദ്യാഭ്യാസത്തിന്റെ തിരികൊളുത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം വരെ, വഫാത്തിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിന്റെ സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖല വിദ്യാഭ്യാസമായിരുന്നു. 10 ലക്ഷത്തി ചില്ലാനം വാക്കുകൾ, വചനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റേതായി ലോകത്തിലുണ്ട്. ഹദീസുകൾ 6666 വചനങ്ങൾ അള്ളാഹുവിന്റേതായി ഖുർആനിലുണ്ട്. ഈ 10 ചില്ലാനം ലക്ഷം റസൂലുള്ളാന്റെ വചനങ്ങളും
6666 ഖുർആനിന്റെ വാക്യങ്ങളുടെയും അപ്പുറത്ത് ലോകാവസാനം വരെ ഈ ലോകത്തൊരു കാര്യം സംഭവിക്കില്ല, സംഭവിക്കാൻ പാടില്ല, സംഭവിപ്പിക്കില്ല. അത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. എന്നാൽ 23 കൊല്ലക്കാലത്തെ റസൂലുള്ളാഹിന്റെ പ്രവർത്തനം എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിന്റെ മേഖലയായിരുന്നു. മദീനയിലെ പള്ളിയിൽ എല്ലാ വഖത്ത് നിസ്കാരം കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ട്യൂഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും മദീനയിലെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ട്യൂഷൻ ക്ലാസ്, നബി തങ്ങളെ ചർച്ചാ ക്ലാസ്, വഅല് നടക്കുന്നു. കേവലം വഅല് മാത്രമല്ല പ്രവാചകന്റെ ക്ലാസ്സിലുള്ളത്. കല മുതൽ, നാഗരികത മുതൽ, സാഹിത്യം മുതൽ, ശാസ്ത്രം മുതൽ, ഈ ലോകത്തിന്റെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളും, ലോകത്തിന്റെ എല്ലാ ഭരണകാര്യങ്ങളും, ഭൗതികമായ കാര്യമാവട്ടെ ആത്മീയമായ കാര്യമാവട്ടെ, മുഴുവൻ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോടതിയിൽ ചർച്ച ചെയ്യുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരൊറ്റ കാര്യവുമില്ല. എല്ലാ വിദ്യയും ഇസ്ലാമിന്റെ വിദ്യയായി മുഹമ്മദ് നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല, വിവരമില്ലാത്ത വിവരദോഷികളായി നടന്നിരുന്ന അറബികളെ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെ ആളുകളാക്കി മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ മാറ്റി. പക്ഷേ നമ്മുടെ വാദി ബദർ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ഈ കാലഘട്ടത്തിന് ഫറദായ ഒരു സംഗതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ നാം ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് 108 കോടിയോളം മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യയിൽ. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ്. മുസ്ലിമീങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുടെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് തന്നെ സയ്യിദ്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കൊടുങ്ങല്ലൂർ കേരളത്തിൽ വരികയും ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിക്കുകയും പള്ളി പണിയുകയും ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ ഇന്ത്യയിൽ പോയി ദീന് നടത്താൻ മാലിക് ദീനാർ തങ്ങളെ പറഞ്ഞയച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ നാക്കുകൊണ്ട് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. പ്രത്യേകിച്ച് ചേരമാൻ പെരുമാൾ രാജാവ് മക്കത്ത് പോയി മുസ്ലിമായപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ ചേരമാൻ പെരുമാൾ രാജാവിനെ പരിചയപ്പെടുത്തിയത് ഹാദാ മലിക്കുൽ മലൈബാർ, ഇത് മലബാറിലെ രാജാവാണ്. എന്താണ് ഈ രാജാവിനുള്ള പ്രത്യേകത? ഏലം, ചുക്ക്, ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാട്ടിലെ രാജാവാണ് ചേരമാൻ പെരുമാൾ എന്ന് സ്വഹാബത്തിന് റസൂലുള്ള പരിചയപ്പെടുത്തുകയും അവരുടെ ഇടയിൽ വെച്ച് ചേരമാൻ പെരുമാളുടെ പേര് മാറ്റി താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന് പ്രവാചകർ താജുദ്ദീൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഭാരതത്തിലെ ആദ്യത്തെ സ്വഹാബിയാണ്, കേരളത്തിലെ ആദ്യത്തെ സ്വഹാബിയാണ് സയ്യിദുന മാലിക് ദീനാർ ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ചത്, അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തിൽ ദീനെത്തിയ നമ്മുടെ കേരളം, ഇന്ത്യ, സ്വഹാബത്ത് നേരിട്ട് വന്ന് ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ത്യ മഹാരാജ്യം, കേരള സംസ്ഥാനം, അറബിക്കടലിന്റെ തീരദേശം. ഇപ്പോൾ 2006 അവസാന ഭാഗം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ഒരു നിരീക്ഷണ കമ്മീഷൻ ഇവിടെ സർവേ നടത്തിയപ്പോൾ ലഭിച്ച റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു കാണും. സച്ചാർ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ അവർ ഭാരതത്തിൽ നടത്തിയ സർവേയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് കണ്ണു തുറപ്പിക്കാൻ ഇനി സമയമില്ല എന്ന് വിളിച്ചറിയിക്കുകയാണ് ചെയ്തത്. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെക്കാൾ, ഈ നാട്ടിലെ ഹിന്ദുക്കളെക്കാൾ, ഈ നാട്ടിലെ ബുദ്ധന്മാരെക്കാൾ, ഈ നാട്ടിലെ ജൈനമതത്തെക്കാൾ, ഈ നാട്ടിലെ സിഖ് മതക്കാരെക്കാൾ, ഈ നാട്ടിലെ മതമില്ലാത്ത നിരീശ്വരവാദികളെക്കാൾ ഇന്ത്യ രാജ്യത്ത്
ഏറ്റവും വിവരമില്ലാത്തവർ മുസ്ലിങ്ങൾ ആകുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് ഇന്ത്യയിൽ സർവേ ആണെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ നമ്മളൊരു കമ്മീഷനെ വെച്ചിട്ട് മുസ്ലിങ്ങളുടെ അവസ്ഥ ഒരു സർവേ നടത്തിയാല് മൂക്കിൽ വലിക്കാൻ പോലും ഉണ്ടാവില്ല. കാരണം അത്ര അധികം ലോകത്ത് വിദ്യാഭ്യാസപരമായി വിവരമില്ലാത്തവർ മുസ്ലിങ്ങളാണ് എന്ന നഗ്ന സത്യം നാം മനസ്സിലാക്കിയേ പറ്റും. ഏത് വിദ്യാഭ്യാസം എന്നൊരു ചോദ്യം ഉണ്ടാവും ചിലപ്പോൾ. അതെ, അത് സ്കൂൾ വിദ്യാഭ്യാസം. നമ്മൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലൊക്കെ ഭയങ്കര എന്ത് ഭയങ്കര സ്കൂൾ വിദ്യാഭ്യാസമെന്ന് വേറെ, ഇസ്ലാമിക വിദ്യാഭ്യാസമെന്ന് വേറെ. അങ്ങനെ രണ്ടെണ്ണം ഇല്ല, സത്യത്തിലില്ല. പിന്നെ നമ്മൾ തരംതിരിച്ചുണ്ടാക്കിയതാ. ഇസ്ലാമിന്റെ വിദ്യാഭ്യാസത്തിൽ സ്കൂളും പെട്ടു, എല്ലാം പെട്ടു. പക്ഷേ അത് പ്രാക്ടിക്കലായി കൊണ്ടുവന്നെടുത്തു പറ്റിയ അബദ്ധമാണ് ഇപ്പോൾ ഇവിടെ മുഴച്ചു കാണുന്നത്. നിങ്ങൾ കണ്ടോ, മദീനയുടെ ഭരണാധികാരി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഭരണാധികാരിയാ, രാജാവാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ എല്ലാ വെള്ളിയാഴ്ചയും മദീനയുടെ മിമ്പറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഖുതുബ നിർവഹിക്കുന്നത് ഉമറുൽ ഫാറൂഖാണ്, മദീനയിലെ ഖത്തീബാണ്. എല്ലാ നിസ്കാരത്തിനും മദീനയിലെ പള്ളിയിൽ ജമാഅത്തിന് ഇമാമ നിൽക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലേ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെയാണ് മദീന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. മദീന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഖാദി ഖുദാത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെയാണ് യുദ്ധക്കളങ്ങളിൽ സമരമുഖത്ത് നേതൃത്വം നൽകുന്ന പടനായകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെയാണ് രാത്രികാലങ്ങളിൽ പ്രജകളുടെ ക്ഷേമക്ഷാമങ്ങളെ അറിയാൻ വേണ്ടി മദീനയുടെ മുക്കുമൂലകൾ അരിച്ചു പറിക്കി വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കുന്ന പാവപ്പെട്ടവരുടെ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഇവിടെ എവിടെ നോക്കിക്കോങ്ങള്, ഇസ്ലാമിൽ ഭൗതിക വിദ്യാഭ്യാസം വരെ ആത്മീയ വിദ്യാഭ്യാസം വരെ രണ്ടെണ്ണം ആക്കിയിട്ടില്ലായിരുന്നു. ഖുർആൻ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല. രണ്ടും ഒരേ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല തന്നു. ഇനി ഇങ്ങനെ നോക്കി കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ എല്ലാ വിദ്യാഭ്യാസവും മുസ്ലിങ്ങളാണ് ലോകത്ത് കൊണ്ടുവന്നത്. ഉദാഹരണം, ഇപ്പൊ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ സമ്മതിക്കില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ തലമുറനെ സമ്മതിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. നമ്മുടെ അല്ല, മൊത്തം തലമുറയുടെ കഥ ഞാൻ പറയുന്നത്. ലോകത്ത് ആദ്യമായിട്ട് ആയുധം ഉണ്ടാക്കിയത് ആരാന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയും അമേരിക്ക എന്ന്. നമ്മുടെ കുട്ടികളും പറയും, കണ്ടിപ്പി പറയും അമേരിക്ക. കാരണം അമേരിക്കനെ എല്ലാവർക്കും പേടിയാണ്. അമേരിക്കയെ പേടിക്കുന്നത് അവിടുത്തെ ജനശക്തി കൊണ്ടല്ല, അമേരിക്കയുടെ കയ്യിലുള്ള പണത്തിന്റെ പവറല്ല. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ കൊടല് പറക്കുന്നത് അവന്റെ കയ്യിലുള്ള അത്യന്താധുനിക ആയുധങ്ങളുടെ ഫലം ആലോചിച്ചുകൊണ്ടാണ്. എന്നാൽ ലോകത്തിൽ ആദ്യം ആയുധം ഉണ്ടാക്കിയത് അമേരിക്കയാണോ? അല്ല. അമേരിക്കക്കാരനാണോ? അല്ല. ഇംഗ്ലണ്ടുകാരനാണോ? അല്ല. ചൈനക്കാരനാണോ? ജർമ്മൻകാരനാണോ? ഇറ്റലിക്കാരനാണോ? അല്ല. ഇവരാരുമല്ല. ലോകത്താദ്യമായി ആയുധം കണ്ടുപിടിച്ചതൊരു മുസ്ലിമാണ്. ഇസ്ലാമിന്റെ അക്കൗണ്ടിലാണ് ആ പേര് വെച്ചിരിക്കുന്നത്. അത് പ്രവാചകനാണ്. ലോകത്താദ്യമായി പട ആയുധം നിർമ്മിച്ചത് ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് ലോകത്താരെങ്കിലും ഒരാള് യുദ്ധ സാമഗ്രികൾ നിർമ്മിച്ചതായി ലോക ചരിത്രത്തിൽ, വേൾഡ് ചരിത്രത്തിൽ കാണാനില്ല. ആ ദാവൂദ് നബി കണ്ടുപിടിച്ച ഈ പടായുധം ഇന്ന് അമേരിക്ക അവന്റെ പോക്കറ്റിൽ ഒതുക്കി അവന്റെ കുത്തകയാക്കി വെച്ചു. അത് വർക്കൗട്ട് ചെയ്തിട്ട് അതിനെ ഇസ്ലാമിന്റെ കക്ഷികളുടെ മേഖലയിൽ ഒതുക്കി നിർത്തുന്നതിൽ നാം പരാജയപ്പെട്ടു പോയി. അതിന് കുഴപ്പം അള്ളാഹുടെ കുഴപ്പമല്ല, ദീന്റെ കുഴപ്പമല്ല, ഖുർആന്റെ കുഴപ്പമല്ല.
പ്രാക്ടിക്കലായി നടപ്പാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇനി നിങ്ങൾ നോക്കി, ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ, ലോകത്താദ്യം വിമാനം കണ്ടുപിടിച്ചത് ആരാ? ആകാശത്തിലൂടെ പറന്നു പോണ വിമാനം ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിച്ചത് ആരാന്ന് നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ, ഞാനും നിങ്ങളൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അതും അമേരിക്ക. ആരാ വിമാനം കണ്ടുപിടിച്ചത്? അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ. വിമാനം കണ്ടുപിടിച്ചിട്ട് എത്ര കൊല്ലമായി? 103 കൊല്ലം അല്ലേ? എന്നാൽ നാം അത് ഖണ്ഡിക്കുകയാണ്, അത് പച്ച നുണയാണ്. വിമാനം കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാരല്ല. വിമാനം കണ്ടുപിടിച്ചിട്ട് 103 കൊല്ലവും അല്ല ആയിട്ടുള്ളൂ, 1400 കൊല്ലം പഴക്കമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കോ? അംഗീകരിച്ചേ മതിയാവൂ. അവിടെയും മുസ്ലിമീങ്ങളെ ആ വിദ്യ നമ്മളിൽ നിന്ന് മറ്റുള്ളവർ കൈക്കലാക്കി പോയി. പരിശുദ്ധ ഖുർആൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്, ഖുർആനിൽ ആകെ 6266 ആയത്തേ ഉള്ളൂ. ആ 6266 ആയത്തിന്റെ ഉള്ളില് ലോകത്തിന്റെ എല്ലാ ഇൽമുകളും അല്ലാഹു ഒതുക്കി വെച്ചിരിക്കുന്നു. വിമാനത്തിന്റെ കാര്യം പറഞ്ഞത് ഖുർആനിലാണ്. സുഹൃത്തുക്കളെ, തബാറക സൂറത്ത് അതിന് തെളിവല്ലോ. അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കണ്ടോ? അവലം യറൗ ഇലത്തൈറ, ആകാശത്തിലൂടെ അനന്തതയിൽ പറന്നു പോകുന്ന പക്ഷികൾ ചിറകിട്ടടിച്ചു പോകുന്നത് അവർ കാണുന്നില്ലേ? ആരാണ് ആ പക്ഷികളെ കീപ്പോട്ട് ചാടാതെ താങ്ങി നിർത്തുന്നത്? അല്ലാഹു തആല തന്നെ മറുപടി പറയുന്നു, അത് അമേരിക്കയുടെ യന്ത്രമല്ല, അത് ഇറ്റലിയുടെ കണ്ടുപിടുത്തമല്ല, അത് റൈറ്റ് സഹോദരന്മാരുടെ ബുദ്ധിയല്ല. അല്ലാഹു പറയുന്നു, മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, റഹ്മാനായ തമ്പുരാന്റെ ഖുദ്റത്താണ്, അല്ലാഹുവിന്റെ കഴിവാണ്. അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് ആകാശത്തിലൂടെ 2 ചിറകിന്റെ മുകളിൽ പക്ഷികൾ പറന്നു പോകുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, പക്ഷി പറക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ച് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങൂ എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ട് അതൊരു മുസ്ലിമിന്റെ അക്കൗണ്ടിൽ വരവ് വെക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോയി. മറ്റുള്ളവരോ അവരുടെ പോക്കറ്റിൽ അത് വരവ് വെച്ചു. ഇവിടെ ചെറിയ ഒരു കോളേജാ തുടങ്ങിയിരിക്കുന്നെങ്കിലും ഇനി അടുത്ത ഒരു കൊല്ലല്ലേ ആവണേ ഉള്ളൂ. 2 കൊല്ലൊക്കെ ആകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അപ്പോ ഇപ്പൊ ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ ടോപ്പ് വിദ്യാഭ്യാസം എന്താ? ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇങ്ങോട്ടൊന്നും വരില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ് വിദ്യാഭ്യാസം ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, അങ്ങനെ പോകുന്നു അല്ലേ? എന്നാൽ ലോകത്തിൽ ആദ്യമായി ടെക്നിക്കൽ വിദ്യാഭ്യാസം കണ്ടുപിടിക്കുകയും ടെക്നോളജിയുടെ പിതാവ് ആരാണ്? ഐൻസ്റ്റീൻ അല്ല, ഐസക് ന്യൂട്ടൻ അല്ല, ഭൗതികമായ ഒരാളുമല്ല. ലോകത്ത് ആദ്യത്തെ ടെക്നീഷ്യൻ, ടെക്നിക്കൽ മാൻ, അത് മുസ്ലിമാണ്. മുസ്ലിമിന്റെ കയ്യിൽ നിന്നാണ് ആദ്യമായി ലോകം ടെക്നിക്കൽ കണ്ടുപിടിച്ചത്. അതിന് മുമ്പ് വിദ്യാഭ്യാസപരമായി മേൽക്കോയ്മയിൽ നിൽക്കുമ്പോ ഈ രാജ്യത്തെ ചെറുമക്കളേക്കാൾ, ഈ രാജ്യത്തെ ക്ഷത്രിയനേക്കാൾ, ഈ രാജ്യത്തെ ശുരകനേക്കാൾ, ഈ രാജ്യത്തെ താഴ്ന്ന വർഗങ്ങളെക്കാൾ, ഈ രാജ്യത്തെ പാണരേക്കാൾ, പറയലേക്കാൾ, ചെറുമക്കളേക്കാൾ, നായരേക്കാൾ, അതുപോലെ തന്നെ ഏറ്റവും പിന്തള്ളപ്പെട്ടു പോയ വിഭാഗങ്ങളെക്കാൾ വിവരമില്ലാത്തവർ മുസ്ലിങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അത് കേൾക്കാൻ വലിയ സുഖമല്ലേ? ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളെ നമ്മൾ ലോകത്തുള്ള കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വിളിച്ചു പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ ആയുഷ്കാലം മുഴുവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
എല്ലാ വിദ്യാഭ്യാസവും പരിശുദ്ധ ഖുർആനിൽ അധിഷ്ഠിതമാണ്. ഞാൻ പറഞ്ഞല്ലോ, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് അമേരിക്കയല്ല, ജർമ്മനിയല്ല, ഇംഗ്ലണ്ടല്ല. നിങ്ങളും ഞാനും സൂറത്തുൽ ലുഖ്മാൻ, ആരാട് പോലെ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പെട്ട ആളാണ്, അതല്ല നബിയാണ്. ഔലിയാക്കളിൽ പെട്ട ആളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം നബിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ ആലിമീന്റെ ഉലമാഇന്റെ ഇടയിൽ തർക്കമുണ്ട്. ആവട്ടെ, നബിയാണെന്ന് വരെ തർക്കിക്കാൻ വലിയ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പ് ലോകത്തെവിടെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ആരെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നുവോ? അല്ലാഹു വെറുതല്ല സൂറത്തുൽ ലുഖ്മാൻ എന്നൊരധ്യായത്തിന് പേര് വെച്ചത്. പിൽക്കാലത്ത് ഈ അലോപ്പതി വലിയ സംവിധാനമായി മാറും. അതുകൊണ്ട് അത് മുസ്ലിമിന്റെ കയ്യിലിരിക്കട്ടെ. അലോപ്പതിയുടെ പിതാവായ ലുഖ്മാനുൽ ഹകീം നിങ്ങളുടെ ആളാണ്. ലുഖ്മാനുൽ ഹകീം പഠിപ്പിച്ച വിദ്യ നിങ്ങൾ വികസിപ്പിച്ചെടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നമ്മളത് വെറുതെ മടക്കി വെച്ചിട്ട് കിടന്നുറങ്ങിപ്പോയിട്ട് അല്ലാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹിക്ക് നേരെ പല്ലിളിച്ച് കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇന്ന് അമേരിക്കയും ഇംഗ്ലണ്ടും അത് കൈമടക്കി. പോട്ടെ, പിൽക്കാലത്ത് തന്നെ വൈദ്യശാസ്ത്രം ലോകത്ത് ആരോഗ്യശാസ്ത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം രചിച്ച ഇബ്നു സിന്ന എന്ന് പറയുന്ന ഇബ്നു സീന, അയാൾ പോലും ഒരു മുസ്ലിമല്ലേ സുഹൃത്തുക്കളെ? എന്നിട്ട് പോലും നമ്മുടെ അക്കൗണ്ടിൽ അത് വരവ് വെക്കാൻ കഴിയാതെ അതൊക്കെ വിട്ടേച്ച് അലസന്മാരായി കിടന്നുറങ്ങിപ്പോയതാണ്. ലോകത്തെ മുസ്ലിമീങ്ങളെ നമുക്ക് പറ്റിയ അബദ്ധമെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എവിടേക്ക് നിങ്ങൾ നോക്കിക്കോ, അവിടൊക്കെ ഖുർആനിന്റെ വിദ്യാഭ്യാസമാണ് ലോകത്തിന്റെ വിദ്യയായി മാറിയത്. പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ചെറിയ കാര്യമാണ്. നമ്മുടെ മഹത്വം അറിയാത്തവരാ മുസ്ലിമീങ്ങൾ. നമ്മൾ ആരാണെന്നുള്ളത് മുസ്ലിമിന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് മറ്റോന്റെ സംസ്കാരം അവന്റെ ഇതും കാണുമ്പോൾ ഭയങ്കര സാധനമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വാരി തലയിലൊക്കെ. നമ്മുടെ സംസ്കാരവും നമ്മുടെ മഹത്വവും അറിയാതെ, നാം ആരാണെന്ന് മനസ്സിലാക്കാതെ, നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാതെ, തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇസ്ലാമിനെ പുച്ഛത്തോടെ കാണുന്നവരാണ് വലിയ ശതമാനം മുസ്ലിമീങ്ങളും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇസ്ലാം പുരോഗമനങ്ങൾക്കെതിരാണെന്നൊരു ധാരണ, ഇസ്ലാം വിവരമില്ലാത്തൊരു മതത്തിന്റെ കക്ഷികളാണെന്ന് ലോകത്തൊരു ട്രെൻഡ് പരന്നു പിടിച്ചിരിക്കുന്നു. അതിന്റെ യഥാർത്ഥ കാരണം മുസ്ലിമീങ്ങളായ നമ്മളാണ്. കാരണം ലോകം കാണുന്നത് നമ്മളെയാണ് ഇപ്പൊ ഇസ്ലാമായിട്ട്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പെരുമാറ്റം, അതാണ് ലോകം അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം മാതൃകാ യോഗ്യരായ മുസ്ലിമീങ്ങളാവണം. ഏതുപോലെ നമ്മുടെ മഹത്വം നമുക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ. അതിനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത സമയം ഞാൻ ദുബായിൽ ചെന്നപ്പോ ഒരു ബാലന് വേണ്ടി ചെന്നതാ. അപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു. ഒരു പീടികയിലേക്ക്, ഒരു ചായ പീടികയിലേക്ക്. അങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് കണ്ടു. അയാൾ പറഞ്ഞു, ഉസ്താദെ, ഏതായാലും ഇവിടെ വന്ന് അന്യനാട്ടിൽ നിന്ന് വന്ന് നമ്മൾ കണ്ടുമുട്ടിയതല്ലേ, റൂമിലോട്ടൊന്നും കൊണ്ടുപോകാൻ എനിക്ക് സമയമില്ല, ഉസ്താദിന് നേരമില്ല. അവിടെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊരു ചായ കഴിച്ച് പിരിയാം. ആതിഥേയ മര്യാദയാണ്. ക്ഷണിച്ചാൽ സ്വീകരിക്കൽ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ കടമയാണ്. ക്ഷണം സ്വീകരിച്ചു ചെന്നു. അവിടെ ചെന്ന് നല്ല കുടിക്കാൻ മനോഹരമായ ഒരു ചായ തന്നു. ചായ എടുക്കുമ്പോ തന്നെ ചായപ്പിടിയക്കാരനോട് ഇയാൾ വിളിച്ചു പറയുകയാണ്, അതെ, 2 ലിപ്റ്റൺ ചായ വേണം. ഈ പ്രയോഗം എന്നെ അത്ഭുതപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ചായ പറയാൻ അങ്ങനെയല്ല. അപ്പൊ ആ ചായപ്പീടിയെ പോയിട്ട് 2 ചായ പറഞ്ഞ, ഒന്ന് വിത്തൗട്ട്, മറ്റേത് ഔട്ട് വിത്ത്, അങ്ങനെയാ പറയാ അല്ലേ? 2 ചായ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആ ചായ അടിച്ചുകൊണ്ടിരിക്കണം ചോദിക്കും. 2 എണ്ണത്തിലും ഒന്നിലും മധുരം വേണോ വേണ്ടേ? കാരണം നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെയായി. ഈ 5-6 എണ്ണം ഇല്ലാത്ത ഒഴിവായ ആൾക്കാർ ഒരാളും ഉണ്ടാവില്ല.
പക്ഷെ ദുബൈയിലെ എന്ന് ചായ പറയുന്ന ഈ മലയാളി പറഞ്ഞത് 2 ലിപ്റ്റൻ ചായ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മലയാളിയോട് ചോദിച്ചു, അതെന്തോടോ ലിപ്റ്റൻ ചായ? നമ്മുടെ നാട്ടിൽ 2 കണ്ണന്തേപം കൊണ്ടുപോവാ, 2 മറ്റേ ദീപൻ ചായ കൊണ്ടുവരാന്നൊന്നും പറയുന്നില്ലല്ലോ, ഇവിടെ ലിപ്റ്റൻ ചായ എന്നങ്ങനെ പറയാലോ ചോദിച്ചു. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒറിജിനൽ നല്ല ചായ കിട്ടണമെങ്കിൽ ലിപ്റ്റൻ തന്നെ കുടിക്കണം. നമ്മൾ $1 റിയാൽ കൊടുക്കണം ഇവിടെ ചായ കിട്ടണമെങ്കിൽ. പക്ഷെ അവൻ ആ താജ്മഹലിന്റെ ടീ ബാഗിൽ ഡ്യൂപ്ലിക്കേറ്റ് ചായപ്പൊടി അതിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചായ തരും, നമ്മളൊരു ദീർഘം കൊടുക്കേണ്ടി വരും. അപ്പൊ ലിപ്റ്റൻ വേണമെന്ന് പറഞ്ഞാൽ ഷടിച്ചു പറഞ്ഞാൽ ലിപ്റ്റൻ തന്നെ ഇടവും പറ. ചായ കുടിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഈ മലയാളി എന്നോട് പറയാ, എൻ്റെ ഉസ്താദേ, നമ്മുടെ നാട്ടിലെ ഈ കണ്ണന്തേപനും ദീപൻ ചായക്ക മനുഷ്യന്മാരെ പറ്റിക്കാൻ കണ്ട പുളിങ്കുരുവിന്റെ തോടും അതൊക്കെ അരച്ചു കൂട്ടിയിട്ട്, ഓടും പൊടി മറ്റേ പൊടിയൊക്കെ കല്ലും പൊടിയൊക്കെ അരച്ചു കൂട്ടിയിട്ട് ഈ കച്ചറ ചായപ്പൊടിയാണ്. അതുകൊണ്ട് ചായ കിട്ടണമെങ്കിൽ ലിപ്റ്റന്റെ ചായ കുടിക്കണം. പിന്നെ നമ്മുടെ ഇന്ത്യക്കാർക്ക് അതിനൊന്നുള്ള യോഗമില്ല, ഈ സാധു പറയാ. അതുകൊണ്ട് ഉസ്താദ് നാട്ടിൽ പോകുമ്പോൾ 2 പാക്കറ്റ് ലിപ്റ്റന്റെ ചായപ്പൊടി നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഈ സാധുവിനെന്തോ വിവരം അറിയിടൂ നോക്കിയാ ശരിയാണ്. കാരണം ലിപ്റ്റന്റെ ചായന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിൽ നിന്ന് നിർമ്മിച്ചത് എന്നാണ്. സംഭവം എവിടെയാണ് സംഭവിച്ചത്? പരിശുദ്ധ ഖുർആനിലെ വിമാനത്തിന്റെ പാർട്സിനെ പറ്റി പറഞ്ഞ തമ്പുരാൻ 103 കൊല്ലം മുമ്പ് അമേരിക്കക്കാരൻ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ട് മെയ്ഡ് ഇൻ USA എന്ന് എഴുതി വെച്ചതുപോലെ വയനാട്ടിൽ നിന്നും കൂനൂരിൽ നിന്നും മൂന്നാറിൽ നിന്നും ലക്ഷക്കണക്കിന് തേയില എസ്റ്റേറ്റുകളിൽ നിന്ന് ടാറ്റയുടെയും ബിർളയുടെയും എസ്റ്റേറ്റുകളിൽ നിന്ന് ഉള്ളിയെടുത്ത നമ്പർ 1 ക്വാളിറ്റിയായ ബെസ്റ്റ് ക്വാളിറ്റിയായ ചായപ്പൊടി, എക്സ്പോർട്ട് ക്വാളിറ്റി, ആദ്യത്തെ നല്ല ഒറിജിനൽ ചായപ്പൊടി എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞ് മാറ്റിയിടും. അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇവിടെ കുടിക്കാനുള്ള യോഗമില്ല. അത് കുടിക്കണമെങ്കിൽ ദുബായിലോട്ട് പോകണം. ഇവിടുന്ന് നുള്ളിയെടുത്ത ഈ എക്സ്പോർട്ട് ക്വാളിറ്റി ചായ നേരെ ഇവിടുന്ന് കയറ്റുന്നത് ലണ്ടനിലേക്കാണ്. ലണ്ടൻകാരൻ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ഈ നഞ്ഞാമിഞ്ഞ കവറൊക്കെ മാറ്റിയിട്ട് നല്ല തിളങ്ങുന്ന മിനുങ്ങുന്ന മിനിമിനുത്തല്ല നല്ല വിദേശ നിർമ്മിതമായ ഒരു പാക്കറ്റിൽ അതിനെ റീപാക്ക് ചെയ്തിട്ട് അതിന്റെ പുറത്ത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് എഴുതിയിട്ട് അതിന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ദുബായിലിരിക്കുന്ന മലയാളി കൂനൂരിന്നും മൂന്നാറിനും പോയ ചായപ്പൊടി ഇംഗ്ലണ്ട് വഴി വന്ന ചായ കുടിച്ചിട്ട് ഇന്ത്യക്കാരായ നമ്മളെ കുറ്റം പറയാണ്. എന്ത് മലയാളി, എന്ത് ഇന്ത്യക്കാരൻ? ഇന്ത്യയുടെ ചായപ്പൊടിയൊന്നും ചായപ്പൊടിയല്ല. ചായ കുടിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ചായ കുടിക്കണോ എന്ന് പറയുന്നത് പോലെയല്ല. സത്യത്തില് വിദ്യാഭ്യാസമൊക്കെ അമേരിക്കയുടെ കുത്തകയാണ്, ഇംഗ്ലണ്ടിന്റെ കുത്തകയാണ്, ജർമ്മനിയുടെ കുത്തകയാണ്, ചൈനയുടെ കുത്തകയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അറിവ് നേടണമെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീ. ചൈനയിൽ പോയിട്ടായാലും വിദ്യ നേടണം നിങ്ങള്. മുഹമ്മദ് നബിയാ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ചൈനയിൽ പോയിട്ട് ബുഖാരി ഓതണമെന്നല്ല, ചൈനയിൽ പോയിട്ട് തഫ്സീർ വായിക്കണമെന്നല്ല. കാരണം അത് പറയുന്ന റസൂലുള്ളാഹി തങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും അധികം അറിവ് കിടക്കുന്നത് യമനിലാണ്. അൽ ഇൽമു ഫിൽ യമൻ, അറിവ് കിടക്കുന്നത് യമനിലാണെന്ന് ഖാല റസൂലുള്ളാഹ്. പക്ഷേ മുഹമ്മദ് നബി അർത്ഥമാക്കിയത് എന്താണ് ഈ ഹദീസ് കൊണ്ട്? ഒന്ന്, സൗദി അറേബ്യയിൽ നിന്ന് അക്കാലത്ത് കടൽ വഴി യാത്ര ചെയ്യൽ ഏറ്റവും ആപത്തുള്ള യാത്ര ചൈനയിലേക്കുള്ള കടലുള്ള യാത്രയാണ്. ചൈനയിലേക്ക് യാത്ര പോയ കപ്പൽ തിരിച്ചു വരാറില്ല സൗദിയിലേക്ക്. അങ്ങനെ ചൈന യാത്രപരമായി വളരെ മോശമാണെങ്കിലും അവിടെയാണ് അറിവ് മുളക്കുന്നതെങ്കിൽ അവിടെ രാഷ്ട്രീയം നോക്കരുത്, കളർ നോക്കരുത്, കൊടി നോക്കരുത്, ആല നോക്കരുത്, രാഷ്ട്രം നോക്കരുത്, അതിർവരമ്പുകൾ നോക്കരുത്. വിദ്യ ആരുടെ കയ്യിലാണോ, എവിടെയാണോ, ഏത് 7ാം ഭൂമിയുടെ അടിഭാഗത്താണോ അവിടെ പോയി വിദ്യ നേടണമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാ. ഇപ്പൊ നമ്മളൊന്ന് ഒന്നിച്ചു നോക്ക്. റസൂൽ എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം ഞാൻ പറഞ്ഞ, മറ്റൊരർത്ഥം നോക്കിക്കോ നിങ്ങള്. ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പേന ഒന്നെടുത്തിട്ട് മേപ്പോട്ട് നോക്കാം, മേഡ് ഇൻ ചൈന. ഇരിക്കുന്ന ക്യാമറ മേഡ് ഇൻ ചൈന, ഇരിക്കുന്ന ബോക്സ് മേഡ് ഇൻ ചൈന, നിങ്ങളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് മേഡ് ഇൻ ചൈന,
നിങ്ങൾ ഞാനിട്ടിരിക്കുന്ന ഷർട്ട് മേഡ് ഇൻ ചൈന. ഇനി ചുരുക്കി പറയുകയാണെങ്കിൽ മുസ്ലിയാക്കന്മാർ കെട്ടിയിരിക്കണേ തലയെക്കെട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആദ്യന്മാർ കെട്ടിയ തലയെക്കെട്ട് പൈക്കണ്ട. വീട്ടിൽ പോയിട്ട് അയച്ചിട്ട് ഒന്ന് വൃത്തി വെച്ചോക്കാം, മേഡ് ഇൻ ചൈന. ചൈനയുടെ തലക്കെട്ട എല്ലാം വലിയൊരു തലയിൽ, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന തൊപ്പിയും ചൈന. ബംഗ്ലാദേശും ചൈനയാണ് ഏറ്റവും അധികം തൊപ്പി ഇറക്കുന്നത്, ചൈന. നിങ്ങൾ ധരിച്ചിരിക്കുന്ന കണ്ണടയുടെ ഫ്രെയിം മേഡ് ഇൻ ചൈന. നിങ്ങളുടെ കുട്ടികൾ കളിക്കുന്ന ടോയ്സ് മേഡ് ഇൻ ചൈന. നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചർ മേഡ് ഇൻ ചൈന. നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന CFL ലൈറ്റ് മേഡ് ഇൻ ചൈന. സുബ്ഹാന ജല്ല ജലാലുഹു. ടെക്നോളജിയുടെ കണ്ടുപിടുത്തം കൊണ്ട് ലോകത്തെ മുഴുവനും ഞെട്ടിവിറപ്പിച്ചിരിക്കുന്നു ചൈന. അള്ളാന്റെ റസൂൽ പറയുന്നു, ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടണം എന്ന് ഖാല റസൂലുള്ളാഹി. അവിടെ ഭാഷാ വിരോധമല്ല, ആദർശ വിരോധമല്ല, പൊളിറ്റിക്സ് വിരോധമില്ല, ഒരു വിരോധമില്ല. അറിവ് ആരുടെ കയ്യിലാണോ അത് നമ്മുടെ സ്വയവത്താക്കണമെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷെ ഇന്ന് നാം പിന്തള്ളപ്പെട്ടു പോകുന്നു. പകരം നമുക്ക് കിട്ടിയിരിക്കുന്ന ഡോക്ടറേറ്റ് ഇപ്പൊ കുറെ തീവ്രവാദി, ഭീകരവാദി. വിദ്യാഭ്യാസമൊക്കെ ചിലരെ അവരുടെ പോക്കറ്റിൽ കുത്തകയാക്കി വെച്ചു. നമുക്ക് കിട്ടിയിരിക്കുന്ന കുറെ ഭീകരവാദം, ഉണ്ട, തിന്നാൻ പറ്റാത്ത കുറെ സാധനം, നമ്മളുമായി പുലബന്ധമില്ലാത്തൊരു കാര്യം നമ്മുടെ തലയിലേക്ക് എങ്ങനെ അടിച്ചൊടുക്കപ്പെട്ടു സഹോദരന്മാരെ. ഈ റബീഉൽ അവ്വലിന്റെ സമയത്ത് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ലോകത്ത് ഒരുപാട് ആളുകൾ അബദ്ധം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളെ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അറബികളുടെയും അനറബികളായ എല്ലാവരുടെയും നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. കാരുണ്യത്തിന്റെ നിറകുടമായ ഔദാര്യത്തിന്റെ പറുദീസയായ വിട്ടുവീഴ്ചയുടെ നായകനായ അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ലോകത്തിന്ന് നിലനിൽക്കുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ ആലോചിക്കൂ. നമ്മൾ റബീഉൽ അവ്വലാണല്ലോ. മുഹമ്മദ് നബി തങ്ങളെ പറ്റി അടുത്ത കാലത്ത് ക്രിസ്ത്യൻ സമുദായത്തിലെ മതമേലാധ്യക്ഷനായ ലോകത്തെ 160 കോടി ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം വരുന്ന കത്തോലിക്ക സഭയുടെ അനിഷേധ്യ നേതാവായിരുന്ന ആയിരായ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ബെനഡിക്റ്റ് 16 മുഹമ്മദ് നബിയെ പറ്റി അടുത്ത കാലഘട്ടത്തിൽ പ്രസംഗിച്ചത് നിങ്ങൾ പത്രം വായിച്ചു, TV വഴി കണ്ടു. ലോകത്ത് മുഹമ്മദ് നബിയുടെ അനുയായികള് ഇത്രമാത്രം വളർന്നു വരാനുള്ള കാരണം അത് വാളിന്റെ തലപ്പ് കൊണ്ട് നേടിയെടുത്തതാകുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്ലാമിക പ്രവർത്തന രംഗം യുദ്ധമായിരുന്നു, കലാപമായിരുന്നു എന്നാണ് മാർപ്പാപ്പ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. ഒരു രാജാവിന്റെ ബർസൻഡയിൽ എന്ന് പറയുന്ന ഇസ്ലാമിക വിരോധിയായ ഒരു രാജാവിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യത്തില് ലോകത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ച സംഭവമായിരുന്നു നമ്മളെ അത്. കാരണം നാം ഒരാളും മാർപ്പാപ്പ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞതിന്റെ പേരിലേറ്റും പറയാൻ തയ്യാറുമല്ല. നമ്മൾ അങ്ങനത്തെ സംസ്കാരത്തിന്റെ ആളുകളല്ല. അത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. നമ്മുടെ ആളുകൾ ആദർശത്തിൽ നിന്ന് തെന്നിപ്പോവുകയാണ്. കാരണം ചിലർ പറയാം നമ്മൾ ഇങ്ങനെ ആയ പറ്റില്ല ഉസ്താദേ. നമ്മൾ ദിവസം 500-1000 എണ്ണത്തിനെ കൊന്നു കുഴിച്ചു മൂടുമ്പോ നമ്മളിവിടെ നിങ്ങളെ പോലെ സ്റ്റേജിന് മുകളിൽ കയറി വായതും പറഞ്ഞ് കിടന്നുറങ്ങിയാൽ പോരാ. നമ്മൾ 2 തോക്കും കത്തിയും 3 കടാരിയും കുറുവടിയൊക്കെ ഉണ്ടാക്കി 2 എണ്ണത്തിനെ തട്ടുമ്പോ 1 എണ്ണത്തിനെ തട്ടാൻ നോക്കണം, 3 എണ്ണത്തിനെ തട്ടുമ്പോ 2 എണ്ണത്തിനെ വരട്ടാൻ നോക്കണം, ഓലപ്പടക്കം പൊട്ടിക്കുമ്പോ ഒരു കേപ്പെങ്കിലും പൊട്ടിക്കണം എന്ന ഒരു അബദ്ധമായ ധാരണ മുസ്ലിം ജനകോടികളുടെ ഹൃദയത്തില്, പ്രത്യേകിച്ച് രക്തങ്ങളിൽ അലിഞ്ഞു ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇസ്ലാമിന് വല്ലാത്ത നാണക്കേടുണ്ടാക്കി കളയും.
അത് മുസ്ലിം ചരിത്രത്തില് വളരെ ദോഷമായ ചരിത്രം നമ്മളെ പറ്റി എഴുതി വെക്കും. ലോകത്ത് അങ്ങനെ ഒരു പ്രതികാരത്തിന്റെ യുദ്ധക്കളം ഇവിടെ തീർക്കുകയായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം ഈ കാണുന്ന ചരിത്രമല്ലായിരുന്നു കുട്ടികളെ. മുഹമ്മദ് നബിയുടെ ഹയാത്ത് കാലത്ത് അള്ളാഹുവിന്റെ റസൂലിൽ നുബുവത്ത് കിട്ടിയത് മുതൽ റസൂലുള്ള മരണപ്പെടുന്നത് വരെ റസൂലുള്ള നടത്തിയ 21ഓളം വരുന്ന യുദ്ധങ്ങള് നബിതങ്ങള് പങ്കെടുത്തിട്ടുണ്ട്. 21ഓളം യുദ്ധങ്ങളിൽ. ആ 21ഓളം യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി പങ്കെടുത്ത യുദ്ധത്തില് 2 പക്ഷത്തുനിന്നും കൂടി മരണപ്പെട്ടു പോയത് 1400ഓളം പേരാകുന്നു. നിങ്ങൾ ചിന്തിക്കണം, 21 യുദ്ധങ്ങളിൽ 23 കൊല്ലക്കാലത്തിന്റെ ഇടയ്ക്ക് റസൂലുള്ള നേതൃത്വം നൽകിയ സമരമുഖങ്ങളിൽ ബദർ യുദ്ധം മുതല് റസൂലുള്ള പങ്കെടുത്ത മുഴുവൻ യുദ്ധങ്ങളിലോ 2 പക്ഷത്തുനിന്നും കൂടി മരണപ്പെട്ടു പോയത് 1400ന്റെ ചോട്ടിലുള്ള ജനങ്ങളാണ്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷത്തുനിന്ന് 14 ആള് ഷഹീദായപ്പോ അവിശ്വാസികളുടെ പക്ഷത്തുനിന്ന് 70 ആള് ചത്തുവീണു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷത്തുനിന്ന് 70 ആള് ഷഹീദായപ്പോ അവിശ്വാസികളുടെ പക്ഷത്തുനിന്ന് 14 ആള് ചത്തുവീണു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മരണം വരെ നടത്തിയ യുദ്ധങ്ങളില് 1400ഓളം പേരാണ് മരണപ്പെട്ടു പോയതെങ്കിലോ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അമേരിക്ക കഴിഞ്ഞ 4 കൊല്ലമായി ഇറാഖിൽ നടത്തിയ അധിനിവേശത്തിൽ തന്നെ 6.5 ലക്ഷം ജനങ്ങളെ അമേരിക്ക കൊന്നു കുഴിച്ചിട്ടില്ലേ? അഫ്ഗാനിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിലും അമേരിക്ക നടത്തിയ നരനായാട്ടില് വേറെയും ലക്ഷങ്ങളെ കൊന്നൊടുക്കിയില്ല. 23 കൊല്ലം കൊണ്ട് ആകെ 2 പക്ഷത്തുനിന്നും 13,300 പേരാണ് മരിച്ചതെങ്കിലോ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങള് ഒരു കലാപകാരിയായിരുന്നു. ഇസ്ലാം ഒരു യുദ്ധത്തിന്റെ മതമായിരുന്നു. മുഹമ്മദ് നബി ഒരു ആയുധപ്പരുണ്ടാക്കിയോ? മുഹമ്മദ് നബി രാസായുധം നിർമ്മിക്കാൻ ഉമറുൽ ഫാറൂഖിന് ഓർഡർ ഇട്ടോ? അബൂബക്കർ സിദ്ദീഖിനോട് ഓർഡർ ഇട്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഇറാൻ അഹമ്മദ് നജാദിന്റെ ഭരണകൂടം ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ആണവായുധം ശേഖരിക്കൽ ഇസ്ലാമിക പൊളിറ്റിക്സ് നയമല്ല. അതുകൊണ്ടത് നിർത്തിവെച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി ഇറാൻ നിലയുറപ്പിക്കണം. ആയുധത്തിന്റെ കൂമ്പാരം ഉണ്ടാക്കി വെക്കാൻ ഇസ്ലാം മതത്തിൽ നിയമമില്ല. കാരണം ലോകത്തിന്റെ അനുഗ്രഹവും കാരുണ്യവാനാണ് ആര്? മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ തന്നെയാ ദീന് വളരുന്നത്. ഇപ്പോഴും വളരുന്നത് അങ്ങനെയാണ്. നമ്മളൊന്നും വായതോ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇസ്ലാം മതം വളരും. അത് സംശയമൊന്നും ആയിരിക്കും വേണ്ട. ഇറാഖിൽ ദിവസം 100 ആള് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ദിവസം 100 ആള് മരിക്കുന്നത് എവനായാലും ഇസ്ലാമാ. ആ കണക്ക് വെച്ച് നോക്കിയാൽ 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇറാഖിൽ മണല് മാത്രമേ ഉണ്ടാവൂ, മനുഷ്യൻ ഉണ്ടാവില്ല. അതിനാണ് അമേരിക്ക വീണ്ടും ഒരു 12,000 എണ്ണത്തിന് അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെച്ചനിയയിലും ബോസ്നിയയിലും ഫിലസ്തീനിലും അഫ്ഗാനിലും ഒക്കെ ആളുകൾ ഇങ്ങനെ മുസ്ലിം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറമെ പ്രകൃതിക്ഷോഭങ്ങളിൽ മരിക്കുന്നതൊക്കെ മുസ്ലിം. അപ്പൊ കണ്ടു നിങ്ങൾ 2 ദിവസം ഇന്നലെ സുനാമിയിൽ ധാരാളം മുസ്ലിങ്ങൾ മരിച്ചുപോയി. എപ്പോഴും ഭൂമിയിലും സുനാമി ഉണ്ടാവുന്നത് മുഴുവൻ ഇന്തോനേഷ്യയിലാണ്. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങളുടെ ഇന്തോനേഷ്യയിലാണ് ഭൂമികുലുക്കത്തിന്റെ പ്രഭാകേന്ദ്രം. ഇന്നലെ ഉണ്ടായിരിക്കുന്ന റിക്ടർ സ്കെയിലിൽ 8.4 രേഖപ്പെടുത്തിയ ഭൂമികുലുക്കം ഉണ്ടായത് പാകിസ്ഥാനിലാണ്. അപ്പോ ലോകത്തെ ഏറ്റവും അധികം മുസ്ലിമുകൾക്കാണ് ദുരന്തങ്ങളും ആപത്തുകളും അണസംഖ്യകളും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, മാർപ്പാപ്പ വെറുതെ പറഞ്ഞതല്ല മുഹമ്മദ് നബി ആളിന്റെ തലപ്പോടെ അതിനെ പ്രചരിപ്പിച്ചത് എന്ന്. 2006 മധ്യത്തില് അമേരിക്കയുടെ ചാരസംഘടനയായ CIA നേരത്തെ